ഇന്ത്യയിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ 22ഓളം വ്യവസ്ഥകളടങ്ങിയ കരാറാണ് ഇന്ത്യൻ എംബസി തയ്യാറാക്കിയത്. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചേർത്ത സാമൂഹ്യ പ്രവർത്തകരുടെ യോഗത്തിലാണ് DCM സിബി ജോർജ് കരാർ പുറത്തുവിട്ടത്. തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുന്ന കരാർ വൈകാതെ പ്രാബല്യത്തിലാകുമെന്ന് DCM സിബി ജോർജ് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ റിക്രൂട്ട്മെന്റ് പ്രോത്സാഹിപ്പിക്കലല്ല, തൊഴിൽ തേടിയെത്തുന്നവരുടെ തൊഴിൽ വേതന സുരക്ഷിതത്വം ഉറപ്പാക്കലാണ് കരാറിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗാർഹിക തൊഴിൽ മേഖലയിൽ എത്തുന്നവർക്ക് തുടക്കത്തിൽ 1500 റിയാൽ മിനിമം വേതനം ലഭ്യമാക്കും. എല്ലാ വർഷവും വേതനം പരിഷ്കരിക്കാൻ സാധിക്കുന്ന വ്യവസ്ഥയോടെയാണ് കരാർ തയ്യാറാക്കിയത്. അതത് വർഷങ്ങളിൽ ഇന്ത്യൻ എംബസി നിശ്ചയിക്കുന്ന തുകയായിരിക്കും മിനിമം വേതനമായി കരാറിൽ രേഖപ്പെടുത്തുക. തൊഴിലുടമ റിക്രൂട്ടിംഗ് ഏജൻസി മുഖേന ഇന്ത്യൻ എംബസിയിൽ നിന്നും തൊഴിൽ കരാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. പിന്നീട് തൊഴിലാളിയും ഇതേ കരാറിൽ ഒപ്പുവയ്ക്കണം. തൊഴിലാളിയുമായി ഇന്ത്യൻ എംബസി നേരിട്ട് ടെലിഫോൺ മുഖേന ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥകളെക്കുറിച്ച് ഉറപ്പുവരുത്തും. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും റിക്രൂട്ടിംഗ് ഏജൻസിയുടെയും പൂർണ്ണ വിവരങ്ങൾ കരാർ പത്രത്തോടൊപ്പമുള്ള ആദ്യ ഭാഗങ്ങളിൽ ശേഖരിക്കും. തൊഴിൽ കരാറിന് 2 വർഷത്തെ കാലാവധിയാണ് ഉണ്ടാവുക. തൊഴിലാളിയുടെ തൊഴിൽ സ്ഥലം സ്പോൺസർ കരാറിൽ രേഖപ്പെടുത്തിയിരിക്കണം. പ്രതിവാര അവധി, 8 മണിക്കൂർ തുടർച്ചയായ വിശ്രമം, ബാങ്ക് അക്കൗണ്ട്, കരാർ പൂർത്തിയാകുന്ന മുറയ്ക്ക് 30 ദിവസത്തെ അവധിയും യാത്രാ സൗകര്യവും തുടങ്ങി തൊഴിലാളിക്ക് അനുകൂലമായ നിരവധി വ്യവസ്ഥകളോടെയാണ് കരാർ പുറത്തിറങ്ങുന്നത്. 1 മാസത്തെ രേഖാമൂലമുള്ള അറിയിപ്പോടെ തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും കരാർ റദ്ദു ചെയ്യാനുള്ള അവകാശവും ഇതോടെ പ്രാബല്യത്തിലാകും. മീഡിയ 1 റിയാദ്.